അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മലപ്പുറത്ത് നടന്ന ആ ഒരു സംഭവം എല്ലാവരെയും കരയിപ്പിച്ച് കടഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നോക്കി നിന്ന ആ ഒരു മനുഷ്യന് പോലും അതിൻ്റെ കരച്ചിൽ കേട്ട് ആ ഒരു ശബ്ദം കേട്ടതിന് ശേഷം ആ മനുഷ്യൻ വന്ന് മീഡിയ അല്ലെങ്കിൽ ഈ ചാനൽക്കാരോട് പറയുന്ന ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടമാണ്. ഏതൊരു മനുഷ്യത്വമുള്ള ഒരു മനസ്സിലേക്ക് ആഴം കയറി തട്ടുന്ന രീതിയിലുള്ള ഒരു മരണമായിരുന്നു നമ്മൾ ഈ അടുത്തായിട്ട് കേട്ട ആ മലപ്പുറത്ത് നടന്ന ആ ഒരു സംഭവം. ഒരു സംഘം ട്രാവലറിൽ, അതായത് ഒരു 13 ആൾക്കാരടങ്ങുന്ന ആൾക്കാർ ആ ഒരു ട്രാവലറിൽ ട്രിപ്പ് പോവുകയാണ്. അതായത് ടീച്ചേഴ്സൊക്കെ ഒന്നിച്ചിട്ടാണ് പോകുന്നത്. അതിൽ ചില ടീച്ചേഴ്സൊക്കെ ഒരാളെന്തോ മിസ്സായിട്ടുണ്ട്. അതായത് ആ ടീച്ചർ ഹജ്ജിന് പോകുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നതോടുകൂടി കേരളം ഒന്നാകെ, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള മനുഷ്യർ ഒന്നടങ്കം വിഷമത്തോടു കൂടി കണ്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇതിങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അടിയിലും ചെന്ന് ചില വർഗീയത പറയുന്ന ചില പുഴുക്കളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഏകദേശം ആ ഒരു മരണം ഏതുവരെ നമ്മൾ ദുഃഖിക്കേണ്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ചൂരലിൽ 13 നിന്ന് വീണ ആ ഒരു ട്രാവലർ ചെന്നെത്തി നിന്നത് 9-ലാണ്. 9ാമത്തെ ചൂരൽ ആ ഒരു ടർണിലാണ് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 200-300ഓളം അടിയുള്ള ആഴമുള്ള ഒരു വീഴ്ചയായിരുന്നു അവിടെ വീണിട്ടുണ്ടായിരുന്നത്. അവരുടെ കരച്ചിൽ കേട്ട ഒരു സഹോദരനും, അത് ആ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ആ കരച്ചിലോടുകൂടി പറയുന്ന ആ കാര്യമുണ്ട്. ഒന്നുമല്ലാത്ത, അതായത് സ്വന്തം കുടുംബം പോലുമല്ലാത്ത ആ സഹോദരൻ അവിടെ പറയുന്ന ആ കാഴ്ച കാണുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻസിൽ ചില വർഗീയവാദികൾ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഏറ്റവും ദുഃഖം തോന്നിപ്പോകുന്നുള്ളത്. ഇതിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള കളർക്കം വേണോ എന്നാണ് ചിന്തിക്കേണ്ടതിരിക്കുന്നത്. ഒരു മരണം സംഭവിച്ചാൽ എത്രത്തോളം നമ്മൾ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു, എത്രത്തോളം നമുക്ക് മനുഷ്യത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവർക്കൊക്കെ ഇതിൻ്റെതോ യാതൊരു വിലയും അവർക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സഹോദരന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്നൊരു സഹോദരന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടെന്ന്. അത് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. ആ സഹോദരന് കരഞ്ഞുകൊണ്ടാണ് മീഡിയയുടെ മുമ്പിൽ പറയുന്നുള്ളത്. നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടാവും, കുറച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മളത് കാണുന്നത് ഇവരെ 16-ാം വളവെന്ന് നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോൾ അന്നേരം ഇവരെ നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ സെൽഫി എടുക്കലും, ഓരോടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. ഓരോ കയ്യിൽ ചെമ്പ് പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മള് 14 എത്തിന് ഒരു 13-ലുണ്ട്. 13 എന്നാണ് നമ്മളെ ഈ ശബ്ദം കേൾക്കണേ. 13 എന്നാണ് നമ്മളെ ഈ ശബ്ദം കേൾക്കണേ. അപ്പോ ശബ്ദം കരച്ചിലെ ശബ്ദം കേട്ടെ. പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കാം. അപ്പത്തിന് പിന്നെ നമ്മക്ക് നടക്കാനും കഴിയണില്ല, ഈ കണ്ണും കാണുന്നില്ല. അങ്ങനെ നമ്മളെ ഫോണൊന്നും റേഞ്ചില്ല. ഫസ്റ്റ് അവിടെ എത്തുന്നത് ഫോറസ്റ്ററാണ്. അങ്ങനെ അവിടുന്ന് ഒരാളെ ഫോൺ വാങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ മീഡിയാസിനെ, റിപ്പോർട്ടറെ വിളിക്കണേ. ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനോടത് പറഞ്ഞ് അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് അവിടെ എത്തി. അത് ശരിക്ക് തമിഴ്നാടിനെ അതിൽ എടുത്തു പറയണം. കാരണം പോലെ എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് തന്നെ എത്തി. താഴത്തൊരു KSRTC ഉണ്ടായിന്, ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടുമ്പുറത്തെ കണ്ണൂരുള്ള വണ്ടിയുണ്ട്, പിന്നെ പാലക്കാട്ടുകാരുണ്ട്, പിന്നെ എനിക്ക് അറിയാത്ത മലയാളികൾ കുറെ ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായി. കൊടുങ്കാടാണ്. ഈ നാട്ടുകാരായ ആരും ഈ ഒരു സംഭവം കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി. കാരണം ഒന്നുമല്ലാതെ അതിനെ കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ അത്രത്തോളം ദയനീയമാണെന്നുണ്ടെങ്കിൽ, ഈ പച്ച വർഗീയത പറഞ്ഞ് ആൾക്കാരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ കമൻറ്റ്സ് കാണുമ്പോഴാണ് വളരെയധികം വിഷമമായി പോയത്. നമ്മുടെ അൻസാരി ജോഹരി ഉസ്താദും ഇതിനെതിരെ ഒരു റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. വാൽപ്പാറയിൽ മരണപ്പെട്ട ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? അവരുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊന്നുമില്ല. പിന്നെന്താണ് എത്ര വൈരാഗ്യം?
കേരളക്കര ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച് കുറച്ച് ടീച്ചേഴ്സ് മടക്കയാത്രയിലേക്ക് പോയപ്പോൾ കേരളം വിറയലോടുകൂടി ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത. അതിന്റെ താഴെ വന്നിട്ട് ആ വാർത്ത ശ്രദ്ധിച്ചു നോക്കിയേ. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മളിത് പറയൽ പോലും അബദ്ധമാണ്. മുസ്ലിങ്ങൾ ഹിന്ദുക്കളത് മനുഷ്യരാണ്. എന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തട്ടമിട്ടവളെ കണ്ടപ്പോഴേക്കും നിനക്ക് മദ്യപ്പുഴയും പൂർലീങ്ങളും പരിഹാസവും ഒക്കെ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ രഘുരാമ, നീ നിരന്തരമായി ഈ കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഒരു സമുദായത്തോടും സമൂഹത്തോടും ഒക്കെ നിനക്ക് പകയുണ്ടാക്കി തരുന്ന ആശയധാരം നിന്നെ എവിടെ എത്തിച്ചു എന്നാലോചിച്ചത്. മൃഗമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ എന്തെങ്കിലും പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എടാ രഘുരാമ, അവർ മരണപ്പെട്ടത് അവരുടെ കഴിവുകേടും നീ ജീവിച്ചിരിക്കുന്നതും ഞാൻ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ കഴിവല്ല. എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടാകും. ഒരു സമയമുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പും ഒരു പക്ഷേ എന്റെ സമയം അപ്പോഴാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. കാരണം നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ രഘുരാമ, ഒരേ ഒരു കാര്യം, ഇവിടുന്ന് മരണം. സോ ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് പിന്നെ തപ്പിയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലും വർഗീയത പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പല വീഡിയോസിൻ്റെ അകത്തും പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള വർഗീയത വരുന്ന സമയത്ത് അതായത് നമ്മളൊക്കെ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ ആഘോഷിക്കുന്ന മീലാദ് റാലി ഉണ്ടല്ലോ. ആ സമയത്ത് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൗഹാർദ്ദത്തിലാണ് ഹിന്ദു മുസ്ലിം ക്രൈസ്തവർ തമ്മിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇടയിലും കൂടി ഇത്തരത്തിലുള്ള സുഹൈൽ ഉസ്താദ് പറഞ്ഞതുപോലെ മൃഗത്തിൻ്റെ പീക്ക് ലെവൽ ടോപ്പിലിരിക്കുന്ന മൃഗങ്ങളായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ വെറുപ്പ്, അവരെ മുഖത്തേക്ക് തന്നെ നോക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ നന്നാവാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിട്ടും എല്ലാവരും പ്രത്യേകിച്ചിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരോട്, വെറുപ്പിനോട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങളും ഇത്തരത്തിലുള്ള വീഡിയോൻ്റെ താഴെ കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അതിലേക്ക് റീപ്ലൈ കൊടുത്തോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വല്ലാത്ത വിഷമം തന്നെയാണ്. ഈ സമയത്ത് മാത്രമല്ല, കേരളത്തിൽ നമ്മൾ പല രീതിയിലും പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അന്ന് വയനാട്ടിൽ ചൂരൽമല പൊട്ടിയ ആ ഒരു സമയത്തും കേരളം ഒന്നാകെ നിന്ന് അതിനെ സഹായിച്ച് അവർക്ക് വേണ്ടതായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പോലും വർഗീയത പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് കർണാടക ഭാഗത്തൊരു ലോറി ഇതിലേക്ക് പോയ സമയത്ത് അന്നൊരു ഹൈന്ദവ സഹോദരനാണ്, ഈശ്വർ മൽപ്പെ എന്നാണ് എനിക്ക് തോന്നുന്നത്, അതിനു വേണ്ടിയിട്ട് നല്ലവണ്ണം അധ്വാനിച്ചത് അതൊരു ഹൈന്ദവ സഹോദരനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ വർഗീയത പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല. അവർ മൃഗത്തിൻ്റെ ആ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരെ അങ്ങ് വിട്ടേക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ വിട്ടയക്കുക. അവർക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവരുടെ മനസ്സിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ ഒരു വീഡിയോയോട് വെച്ച് വളരെ ദുഃഖത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് നമ്മേവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.